ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആപ്പിളിൻ്റെ ഏറ്റവും പുതിയ iOS വേർഷനായ iOS 14ന്റെ ബീറ്റ വേർഷൻ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് പബ്ലിക് ബീറ്റയെ പറ്റിയാണ്. അപ്പോൾ പബ്ലിക് ബീറ്റ വേർഷൻ 2 ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പബ്ലിക് ബീറ്റ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ iOS ഡിവൈസിന് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ഒരിക്കലും ഇത് റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോഴും ബീറ്റ വേർഷൻ തന്നെയാണ്. അപ്പോൾ പബ്ലിക് ബീറ്റ 2 എന്ന് പറയുന്നത് ഡെവലപ്പർ ബീറ്റ 2 തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റി ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളുടെ മെയിൻ ഡിവൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ചിലപ്പം ചില ആപ്സ് ഒന്നും വർക്ക് ചെയ്യത്തില്ല. അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പിനകത്ത് ഇഷ്യൂസ് വരും. പിന്നെ ചിലപ്പോൾ ആപ്പിൾ വാച്ച് ഉണ്ടെങ്കിൽ അതിനകത്തും പെയറിങ്ങിനകത്തും അല്ലെങ്കിൽ സിങ്ക് ചെയ്യുന്നതിനകത്തൊക്കെ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കാൻ നേരത്ത് ഒരിക്കലും മെയിൻ ഡിവൈസിൽ ഇൻസ്റ്റാൾ ചെയ്യില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു സെക്കൻഡറി ഫോൺ ഉണ്ടെങ്കിൽ അതൊരു ഐഫോണോ അല്ലെങ്കിൽ ഒരു ഐപാഡോ ആകട്ടെ, അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് വേണമെങ്കിൽ പബ്ലിക് ബീറ്റ ട്രൈ ചെയ്യാം, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ ബാക്കപ്പ് എടുത്ത് വെച്ചേക്കുക. അത് നിങ്ങൾക്ക് ഐക്ലോഡിൽ ബാക്കപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ തന്നെ ബാക്കപ്പ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ബാക്കപ്പ് എടുത്ത് വെച്ചേക്കണം. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്ന് നിങ്ങൾക്ക് iOS 13ലേക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബാക്കപ്പ് ഉണ്ടെങ്കിൽ ഡേറ്റ ലോസ് ഒന്നും വരത്തില്ല. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഐഫോൺ അല്ലെങ്കിൽ ഐപാഡിൽ നമ്മുടെ വെബ് ബ്രൗസറിനകത്ത് beta.apple.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിലേക്ക് പോകുക. എന്നിട്ട് അവിടെ സൈനപ്പും സൈൻ ഇൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഒരു പബ്ലിക് ബീറ്റ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുകയാണെങ്കിൽ സൈനപ്പ് പ്രസ് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് നിങ്ങളുടെ ആപ്പിൾ ID വെച്ച് ലോഗിൻ ചെയ്യുക. ആപ്പിൾ ID വെച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം ഗൈഡ്സ് ഫോർ പബ്ലിക് ബീറ്റ എന്നൊരു പേജിലേക്ക് പോകും. എന്നിട്ട് നിങ്ങൾ ഐഫോൺ അല്ലെങ്കിൽ ഐപോഡിലാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ iOS ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഐപാഡിലാണെങ്കിൽ iPadOS ചൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ തന്നെ എൻറോൾ യുവർ iOS ഡിവൈസ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ എൻറോൾ യുവർ ഡിവൈസ് പേജിലേക്ക് പോകും. അപ്പോൾ അവിടെ തന്നെ ആദ്യം ഒരു പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കപ്പ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ബാക്കപ്പ് എടുക്കണം, അത് ഒരിക്കലും മറക്കല്. അതിനുശേഷം പിന്നെ ഇൻസ്റ്റാൾ യുവർ പ്രൊഫൈൽ എന്നൊരു ഓപ്ഷൻ വരും. ആ ഇൻസ്റ്റാൾ യുവർ പ്രൊഫൈലിനകത്ത് ഡൗൺലോഡ് പ്രൊഫൈൽ ഉണ്ട്. ആ ഡൗൺലോഡ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം ഒരു പ്രോംപ്റ്റ് കാണിക്കും. ഈ വെബ്സൈറ്റ് ഒരു കോൺഫിഗറേഷൻ പ്രൊഫൈൽ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, അത് അലോ ചെയ്യണോ ഇഗ്നോർ ചെയ്യണോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ അലോ കൊടുക്കുക. അലോ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അവർ പറയും പ്രൊഫൈൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് റിവ്യൂ ചെയ്യാൻ വേണ്ടി സെറ്റിംഗ്സ് ആപ്പിലേക്ക് പോകാൻ. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് ക്ലോസ് ചെയ്യാം. എന്നിട്ട് സെറ്റിംഗ്സ് ആപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യം തന്നെ മേളിൽ കാണാൻ പറ്റും പ്രൊഫൈൽ ഡൗൺലോഡ് എന്ന്. അപ്പോൾ അതെടുത്ത് കഴിയുമ്പോഴത്തേക്കും അവർ കാണിക്കും iOS 14ന്റെ പബ്ലിക് ബീറ്റ പ്രൊഫൈലാണ്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യണോ വേണ്ടെന്നുള്ള. അതിൽ മേളിലാണ് ഇൻസ്റ്റാൾ ഓപ്ഷൻ. ആ ഇൻസ്റ്റാൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ ഫോണിൻ്റെ പാസ്കോഡ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഫോണിൻ്റെ പാസ്കോഡ് എൻ്റർ ചെയ്യുക. അപ്പോൾ ഇത് കഴിയുമ്പോൾ പ്രൊഫൈൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. നമ്മൾ സാധാരണ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ചെക്ക് ചെയ്യുന്ന രീതിയിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അവിടെ നമുക്ക് iOS 14ന്റെ അപ്ഡേറ്റ് കാണിക്കും. അപ്പോൾ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇത് പബ്ലിക് ബീറ്റ 2 എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ പബ്ലിക് ബീറ്റ 1 ഇല്ലായിരുന്നു. അപ്പോൾ അതെനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് ബീറ്റ 1 എന്നതിന് കൊടുത്താൽ നമുക്കിപ്പോൾ ഉള്ള ഡെവലപ്പർ ബീറ്റ എന്ന് പറയുന്നത് ഡെവലപ്പർ ബീറ്റ 2 ആണ്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിരിക്കും ഇതിന് പബ്ലിക് ബീറ്റ 2 എന്ന് കൊടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ അല്ലെങ്കിൽ നിങ്ങളുടെ ഐപാഡ് ഏതാണോ അതിൻ്റെ വേർഷൻ അനുസരിച്ചാണ് അപ്ഡേറ്റിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ ഈ പുതിയൊരു ഐഫോൺ ഒക്കെ ആണെങ്കിൽ, ഒരു iPhone 11, 11 Pro ഒക്കെ ആണെങ്കിൽ വലിയൊരു അപ്ഡേറ്റ് ആയിരിക്കും. പഴയ ഐഫോൺ ആണെങ്കിൽ കുറച്ചും കൂടെ ചെറിയ സൈസുള്ള അപ്ഡേറ്റ് ആയിരിക്കും. ഇവിടം വരെ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ 100% ഉറപ്പിച്ച് നിങ്ങൾക്ക് അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നാണെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ കൊടുക്കുക. അത് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ഇൻസ്റ്റാൾ ആയിക്കോളും. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് iOS 14 കിട്ടും. പക്ഷേ ഈ സ്റ്റേജ് എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സ് മാറി, അത് നിങ്ങൾക്ക് iOS 14 ഇൻസ്റ്റാൾ ചെയ്യാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് iOS 13ൽ തന്നെ നിന്നാൽ മതി എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ബാക്കിലേക്ക് പോകാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഇത്രേ ഉള്ളൂ. ഈ സെറ്റിംഗ്സിനകത്ത് തന്നെ ജനറൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾ ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു കാര്യം കാണാൻ പറ്റും. അതിൽ കയറി കഴിയുമ്പോൾ പ്രൊഫൈൽ ഒരെണ്ണം കാണിക്കും. അത് ചൂസ് ചെയ്യുക. അവിടെ റിമൂവ് പ്രൊഫൈൽ കൊടുക്കുക. നിങ്ങൾ വീണ്ടും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കയറി ചെക്ക് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ഒന്നും കാണിക്കത്തില്ല. ഇപ്പോൾ ഉള്ള iOS വേർഷൻ iOS 13.5.1 ലേറ്റസ്റ്റ് വേർഷൻ ആണെന്ന് പറഞ്ഞ് കാണിക്കും. iOS 14 ഒരു മേജർ അപ്ഡേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം കാണും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൻ ഡിവൈസ് ഒരിക്കലും ഒരു ബീറ്റ ടെസ്റ്റിംഗ് ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കരുത്. കാരണം ഞാൻ പണ്ടൊക്കെ അത് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരാൻ നേരത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആപ്സ് വർക്ക് ആവത്തില്ല. അത് ചിലപ്പോൾ ഒരു ബാങ്കിങ് ആപ്പ് ആവാം, അല്ലെങ്കിൽ വാട്സാപ്പ് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് പറയുന്നത് പ്രൈമറി ഡിവൈസിൽ ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യല്. പക്ഷേ ഒരു സെക്കൻഡറി ഐഫോണോ ഐപോഡോ അല്ലെങ്കിൽ ഐപാഡോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ട്രൈ ചെയ്യാം. അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. കാരണം അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം വന്നാൽ തന്നെ അത് നമ്മൾ അധികം എഫക്ട് ചെയ്യത്തില്ല. പിന്നെ ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും iOS 13ലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വേറെ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അത് മിസ് ചെയ്യണമെങ്കിൽ ഈ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്കും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.